പ്രസിദ്ധമായ കടക്കയത്ത് കുടുംബത്തിൽ ഒരു കാലത്ത് സന്തതിയില്ലാതെയായി. 1047 അമ്പലം പണിക്കാലത്താണ് കടക്കയത്തുകാർക്ക് ഇങ്ങനെ ഒരു സങ്കടത്തിനിടയായത്. പല ക്ഷേത്രങ്ങളിലും അവർ സന്താന ലാഭത്തിനായി വളരെ പണം ചെലവഴിച്ച് വഴിപാടുകൾ നടത്തി. ദാനകർമ്മങ്ങളും ശക്തിക്ക് പകരമായി കഴിച്ചു. നാട്ടിലെ ശിവക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രത്തിലും ശാസ്താക്ഷേത്രത്തിലും ഭജനയും വിളക്കും ദീപാരാധനയും നടത്തി. അങ്ങനെയിരിക്കെ ഒരു ദിവസം കടക്കയത്തുകാരൻ അവർക്കൊരു സ്വപ്നമുണ്ടായി. ഇതുകൊണ്ടൊന്നും സന്താന ലാഭം ഉണ്ടാകുമെന്ന് വിചാരിക്കേണ്ട. ശിവക്ഷേത്രം പണവയ്ക്കലും കലശത്തിലും വേണ്ടി വിധത്തിൽ സഹായിച്ചാൽ കാര്യസിദ്ധി ഉണ്ടാകും എന്നാരോ തൻ്റെ അടുക്കൽ വന്ന് ഉപദേശിച്ചിട്ടായിരുന്നു സ്വപ്നം. അതിനെ അയാൾ അത്ര കാര്യമായി എടുത്തില്ല. അടുത്ത ദിവസം അയാൾക്ക് തലേദിവസത്തു മാതിരിയുള്ള ഒരു സ്വപ്നമുണ്ടായി. എന്നു മാത്രമല്ല, അന്ന് എൻ്റെ വാക്ക് നിസാരമായി കളഞ്ഞുവല്ലേ എന്ന് പറഞ്ഞു. ഏതായാലും പിറ്റേന്ന് ദിവസം അയാൾ ജ്യോത്സ്യനെ കണ്ട് സ്വപ്നാർത്ഥം മനസ്സിലാക്കുന്നതിനായി പ്രശ്നം വെപ്പിച്ച് നോക്കി. അതിൽ നിന്ന് ശിവൻ തന്നെയാണ് ഉറക്കത്തിൽ വന്നു പറഞ്ഞതെന്ന കാര്യം സാധിക്കുകയാണെങ്കിൽ ആ വിധം തന്നെ പ്രവർത്തിക്കണമെന്നും അയാൾക്ക് മനസ്സിലായി. അടുത്ത പ്രഭാതത്തിൽ കുളിച്ച് ഭക്തിയോടും കൂടി ക്ഷേത്രസന്നിധിയിലെത്തി കാരണവർ ക്ഷേത്രം പണിവയ്ക്കുകയും കലശത്തിലും ശക്തിക്കും തക്ക ഒരു സംഖ്യ ചെലവിട്ട് കൊള്ളാമെന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നു. അന്നുറക്കത്തിൽ പ്രാർത്ഥന കൊണ്ടായില്ല. ആ സംഖ്യ കാരൂശ്ശേരി പണിക്കരെ ഉടൻ തന്നെ ഏൽപ്പിക്കണമെന്ന് ആരോ തന്നെ വിളിച്ചു പറഞ്ഞതുപോലെ തോന്നി. ഏതായാലും അടുത്ത ദിവസം തന്നെ പണം അദ്ദേഹം പണിക്കരെ ഏൽപ്പിച്ചു. അധികം താമസം കൂടാതെ ഒരു പെൺകുട്ടി ആ കുടുംബത്തിൽ ഉണ്ടാകുകയും ചെയ്തു. അമ്പലം പണി പൂർത്തിയായി കലശം നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ ആ പെൺകുട്ടിക്ക് ആഡംബര സമ്മിനത്വം ചോറ് കൊടുക്കുവാനുള്ള ഭാഗ്യം കടക്കയത്തെ കാരണവർക്കുണ്ടായി. ആ പെൺകുട്ടിയിൽ നിന്നാണ് കടക്കയം കുടുംബം വീണ്ടും അഭിവൃദ്ധിപ്പെട്ടത്.